ചലച്ചിത്ര അക്കാദമി അംഗങ്ങൾ സമാന്തര യോഗം ചേർന്നതിന്റെ മിനിറ്റ്സ് പുറത്ത്. സമാന്തര യോഗം ചേർന്നിട്ടില്ലെന്ന രഞ്ജിത്തിന്റെ വാദം തെറ്റെന്ന് തെളിയിക്കുന്നതാണ് രേഖകൾ. കുക്കു പരമേശ്വരൻ ഉൾപ്പെടെ 9 പേർ യോഗത്തിൽ പങ്കെടുത്തു. AV ജയശങ്കർ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. ജയശങ്കർ, ഈ മിനിറ്റ്സിന്റെ ഉള്ളടക്കം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? എന്താണ് പുറത്തുവരുന്ന വിവരങ്ങൾ? വേണു, കഴിഞ്ഞ ദിവസം രഞ്ജിത്ത് പറഞ്ഞത് ഇത്തരത്തിലൊരു യോഗം ചേർന്നിട്ടില്ല, തനിക്കെതിരെ അത്തരത്തിലൊരു പടയൊരുക്കമില്ല എന്നാണ്. പക്ഷേ അതിനെല്ലാം പൂർണ്ണമായി പൊളിക്കുന്ന തരത്തിലാണ് ഈ മിനിറ്റ്സ് പകർപ്പ് ഇന്ന് പുറത്തു വരുന്നത്. 14-ാം തീയതി അനൗദ്യോഗികമായി ജനറൽ കൗൺസിൽ അംഗങ്ങൾ 9 പേർ പങ്കെടുത്തുകൊണ്ടൊരു യോഗം നടന്നു. ഈ യോഗത്തിൽ രഞ്ജിത്തിനെതിരെ രൂക്ഷമായ വിമർശനങ്ങളാണുള്ളത്. രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമിയുടെ സൽപ്പേര് നശിപ്പിക്കാൻ ശ്രമിക്കുന്നു, ഏകാധിപത്യപരമായാണ് കാര്യങ്ങൾ നീക്കുന്നു. അത്തരത്തിൽ വളരെ ഗുരുതരമായി ഇവർ കഴിഞ്ഞ ദിവസമൊക്കെ മാധ്യമങ്ങളെ കണ്ട് ആരോപിച്ച കാര്യങ്ങൾ തന്നെയാണ് മിനിറ്റ്സിൽ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത്തരത്തിൽ രഞ്ജിത്തിൻ്റെ എല്ലാ നടപടികളെയും ഇവർ കൃത്യമായി എതിർക്കുകയും അതിൽ കൃത്യമായ നടപടി വേണം. ഒന്നെങ്കിൽ രഞ്ജിത്തിൻ്റെ കാര്യം, രഞ്ജിത്ത് ഈ കാര്യത്തിൽ നല്ല നടപ്പ് വേണം, ഇല്ലെങ്കിൽ രഞ്ജിത്തിനെ പുറത്താക്കണമെന്നാണ് ഇവരുടെ ഒരു ആവശ്യം. ഇതുതന്നെയാണ് കഴിഞ്ഞ ദിവസവും ഈ ജനറൽ കൗൺസിൽ അംഗങ്ങൾ മാധ്യമങ്ങളോട് ഉൾപ്പെടെ പറഞ്ഞത്. എന്തായാലും രഞ്ജിത്തിന് കൂടുതൽ കുടുക്ക് മുറുകുകയാണ്. സർക്കാരിന് ഉൾപ്പെടെ ഇത്തരം പരസ്യമായ രീതിയിൽ കാര്യങ്ങൾ വരുമ്പോൾ ഒരു നടപടിയിലേക്ക് കിടക്കേണ്ട ഒരു സാഹചര്യം കൂടി വരാം. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട IFFK അവസാനിച്ചെങ്കിലും ചലച്ചിത്ര അക്കാദമിയുമായി ബന്ധപ്പെട്ട രഞ്ജിത്തുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ വരും ദിവസങ്ങളിലും തുടരുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഈ മിനിറ്റ്സ് പുറത്തു വന്നതിന് ശേഷം നമ്മൾ രഞ്ജിത്തിൻ്റെ പ്രതികരണം തേടിയിരുന്നു. പക്ഷേ അദ്ദേഹം ഈ വിഷയത്തിൽ തനിക്കൊന്നും പറയാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഒളിച്ചോടുന്ന സമീപനമാണ് സ്വീകരിച്ചത്. എന്തായാലും വരും ദിവസങ്ങളിലും ഇക്കാര്യത്തിൽ കൂടുതൽ ഡെവലപ്മെൻറ്റുകൾ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. വേണം. AV ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.